ദിവസം 32 നടന്ന കാര്യങ്ങൾ. 1. ശൈത്യ സന്തോഷിന്റെ പുറത്താക്കൽ. നോമിനേറ്റ് ചെയ്യപ്പെട്ട മത്സരാർത്ഥികളിൽ ഏറ്റവും കുറവ് പൊതുജനങ്ങളുടെ വോട്ട് ലഭിച്ചതിനെ തുടർന്ന് ശൈത്യ സന്തോഷിനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കി. പ്രതീക്ഷകൾക്കൊത്തുയരാൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ശൈത്യ വികാരഭരിതയായി പുറത്തേക്ക് പോയത്. 2. അനുമോളുമായി മോഹൻലാൽ നടത്തിയ സംവാദം. മത്സരാർത്ഥിയായ അനുമോൾ ഗിസലിനും ആര്യനുമെതിരെ ഉന്നയിച്ച ചില ഗുരുതരമായ ആരോപണങ്ങളെക്കുറിച്ച് അവതാരകനായ മോഹൻലാൽ സംസാരിച്ചു. വീട്ടിലെ മറ്റ് അംഗങ്ങളോ പ്രേക്ഷകരോ കാണാത്ത ഒരു കാര്യം നിങ്ങൾ എങ്ങനെ കണ്ടു എന്ന് അവകാശപ്പെടും എന്ന് മോഹൻലാൽ ചോദിച്ചതോടെ ആ സംവാദം കൂടുതൽ തീവ്രമായി. പൊതുവേദികളിൽ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഉത്തരവാദിത്തബോധം ആവശ്യമാണെന്നും വെറും അഭിപ്രായങ്ങളോ സംശയങ്ങളോ മാത്രം പോരെന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. 3. പകൽ സമയത്ത് ഉറങ്ങിയതിന് നെവിൻ ശിക്ഷിക്കപ്പെട്ടു. നിലവിലെ ഹൗസ് ക്യാപ്റ്റനായ നെവിൻ പകൽ സമയത്ത് ഉറങ്ങിയത് ഹൗസ് നിയമങ്ങളുടെ ലംഘനമാണ്. ശിക്ഷയായി നെവിൻ 10 തവണ പൂന്തോട്ടത്തിന് ചുറ്റുമോടുകയും ഔദ്യോഗികമായി മാപ്പ് പറയുകയും ചെയ്യേണ്ടി വന്നു. നിയമം ലംഘിക്കുന്നവർക്കായി ഈ സീസണിൽ ഏർപ്പെടുത്തിയ 7ന്റെ പണി എന്ന ശിക്ഷാ ടാസ്കിന്റെ ഭാഗമാണിത്. പ്രധാന വിഷയങ്ങളും സൂചനകളും. ഉത്തരവാദിത്തവും നിയമപാലനവും. നിയമങ്ങൾ പാലിക്കുന്നതിൽ ക്യാപ്റ്റൻ സ്ഥാനം പോലും ഒരു ഒഴിവുകഴിവല്ലെന്ന് 32ാം ദിവസം നടന്ന സംഭവങ്ങൾ കാണിച്ചു തരുന്നു. നെവിൻ ശിക്ഷിക്കപ്പെട്ടത് ഇതിന് ഉദാഹരണമാണ്. നീതിയും അച്ചടക്കവും ഷോയുടെ പ്രധാന ഭാഗങ്ങളാണെന്ന സന്ദേശമാണ് ഇത് നൽകുന്നത്. ഊഹാപോഹങ്ങൾക്കും ആരോപണങ്ങൾക്കുമുള്ള പരിധി. അനുമോളുടെ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട സംഭവം അഭിപ്രായങ്ങൾക്കും ചർച്ചകൾക്കുമപ്പുറം ഹാനികരമായേക്കാവുന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് ഷോ ഒരു പരിധി നിശ്ചയിച്ചിരിക്കുന്നു എന്നതിനെ അടിവരയിടുന്നു. വിശ്വാസ്യതയ്ക്കും തെളിവുകൾക്കും പ്രാധാന്യമുണ്ടെന്ന് മോഹൻലാലിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നു. മാനസിക സമ്മർദ്ദവും പ്രതീക്ഷകളും. ശൈത്യയുടെ പുറത്താക്കലും അവർ പറഞ്ഞ വാക്കുകളും മത്സരാർത്ഥികൾ പ്രേക്ഷകരിൽ നിന്നും അവരിൽ നിന്നും തന്നെയുമുള്ള പ്രതീക്ഷകളുടെയും സമ്മർദ്ദത്തിന്റെയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.